ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. ദൈത്യന്മാരുടെ പരമമായ ഗുരു അസുരാചാര്യൻ. പരമമായ ഗുരു ആചാര്യനാകുന്നു, അസുരാചാര്യനാകുന്നു. ആ അസുരാചാര്യനായ ശുക്രൻ എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നൽകട്ടെ. ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയെ പ്രതിനിധീകരിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ. വിവാഹം, സൗഭാഗ്യങ്ങൾ, നല്ല ഭക്ഷണം, നല്ല സുഹൃത്തുക്കൾ, വാഹനം, ആഡംബരം, ജീവിതം പച്ച മലയാളത്തിൽ അടിച്ചു പൊളിച്ച് തീർക്കുക. ഇതൊക്കെ ആരുടെ ധർമ്മമാണ്? ശുക്രൻ്റെ ധർമ്മമാണ്. രണ്ട് ആചാര്യന്മാരാണ്. ദേവന്മാരുടെ ആചാര്യൻ വ്യാഴം. പക്ഷെ വ്യാഴത്തിനാണ് പ്രാധാന്യം. ബൃഹസ്പതി ജീവഹ, ഒരാളെ ജീവിപ്പിക്കുന്നതാണ് വ്യാഴം. മറിച്ച് ശുക്രനാണെങ്കിൽ ഭൗതിക സുഖത്തിൻ്റെ കാരകനാകുന്നു. ഇതാണ് വ്യാഴവും ശുക്രനും തമ്മിലുള്ള വ്യത്യാസം. ശുക്രൻ കലകളിലും മറ്റ് ഭൗതികമായ സുഖങ്ങളിലും മാത്രം താല്പര്യം. വ്യാഴമാണെങ്കിൽ ആത്മീയമായ സുഖങ്ങളോടുള്ള താല്പര്യം. ഇതാണ് രണ്ടിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം. രണ്ട് ആചാര്യന്മാരാണ്, പരമ ആചാര്യന്മാരാണ്. അതിൽ ശുക്രാചാര്യൻ എന്തുകൊണ്ടും മഹനീയമായൊരു സ്ഥാനത്തെ കൽപ്പിക്കപ്പെടുന്നുണ്ട് നമ്മുടെ ജ്യോതിശാസ്ത്രത്തിൽ. ഇവിടെ ശുക്രൻ കർക്കിടകത്തിൽ നിന്നും തൻ്റെ ശത്രുക്ഷേത്രമായ, കർക്കിടകവും ശുക്രന് ശത്രുക്ഷേത്രമാണ് ചന്ദ്രക്ഷേത്രം, മറ്റൊരു ശത്രുക്ഷേത്രമായ സൂര്യക്ഷേത്രത്തിലേക്ക് വരികയാണ്. പക്ഷെ കർക്കിടകത്തിലെ സൂര്യൻ പ്രബലമായ ശോകത്തെയും മതത്തെയും ഉണ്ടാക്കുന്ന ശുക്രനായിരുന്നു. പക്ഷെ ചിങ്ങത്തിലെ സൂര്യൻ ഹരോ യോഷാർത്ഥാപ്തിഹി, തനിക്ക് സ്ത്രീധനം കിട്ടും, സ്ത്രീകളിലൂടെ ധനം വരും, സ്ത്രീകളെ കൊണ്ട് തനിക്ക് ധനമുണ്ടാകും. പ്രവര യുവതിഹി, തൻ്റെ ജീവിതത്തിൽ ധാരാളം യുവതികൾ വരും. മന്ദധനേഹ, ഇത്തിരി മന്ദനായ സന്താന യോഗവും ഈ ശുക്രൻ നൽകപ്പെടും. ചിങ്ങരാശിയിൽ നിൽക്കുന്ന ശുക്രൻ. ഏതായാലും ശുക്രൻ ചിങ്ങരാശിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. 29 ദിനങ്ങളാണ് ശുക്രൻ ചിങ്ങരാശിയിൽ നിൽക്കുന്നതെന്ന് അറിയുക. അതുവരെ ഓരോ രാശിക്കാർക്കും ഉണ്ടാകുന്ന ശുഭാശുഭ ഫലങ്ങളെയാണ് നാം നിരൂപണം ചെയ്യുന്നത്. ഏതായാലും ശത്രുക്ഷേത്രത്തിലാണെങ്കിലും ആ ശുക്രൻ അവിടെ ആചാര്യൻ പറഞ്ഞിരിക്കുന്ന ഫലം, ആശ്രയ ഫലം വളരെ നല്ലതാണ് എന്നറിയുക. ഭാര്യയിലൂടെ നല്ല ഉയർച്ചയുണ്ടാവുക. അപ്രകാരം തന്നെ സ്ത്രീജന്യമായ, സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന കർമ്മമേഖലകളിലൂടെ തനിക്ക് ധനം സമ്പാദനം ഉണ്ടാകുവാൻ, ആർജിക്കുവാൻ കഴിയുക തുടങ്ങിയ പ്രത്യേകതകളെല്ലാം തന്നെ ഈ ശുക്രൻ ഈ 29 ദിനക്കാലം പ്രദാനം ചെയ്യുമെന്ന് അറിയുക. അത് കഴിഞ്ഞാൽ പിന്നെ ശുക്രൻ കന്നിയിലേക്ക്, തൻ്റെ നിജക്ഷേത്രത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ 12 രാശിക്കാരുടെയും ഫലം സവിസ്തരം നാം പ്രതിപാദിക്കുന്നു, ചർച്ച ചെയ്യുന്നു. ശ്രദ്ധിക്കുക. മകര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര, പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ ശുക്രൻ 2 ഭാവങ്ങളുടെ അധിപനാണ്. ഒന്ന് 12ാം ഭാവാധിപനാണ്, വൈകല്യ ഭാവമാണ്, വ്യയമാണ്, ദുർവ്യയ ഭാവമാണ്. മറ്റൊന്ന് അവരുടെ 5ാം ഭാവം മന്ത്രപതിയാണ്. ഇവിടെ ശുക്രൻ നിൽക്കുന്നത് 3ാം ഭാവത്തിലാണ്. യഥാർത്ഥത്തിൽ 3ാം ഭാവത്തിൽ ചിങ്ങൻ രാശിയിൽ ശുക്രൻ നിൽക്കുമ്പോൾ വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യുകയില്ലെന്നറിയുക. കാരണം 3ാം ഭാവത്തിൽ വ്യാഴം വന്നാലും ശുക്രൻ വന്നാലും ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്ന ഫലം എന്താണ്? കൃപണഹ എന്നാണ്. പലപ്പോഴും ഒരു കാര്യങ്ങളും അനുഭവം വരാത്തൊരവസ്ഥ വന്നു എന്ന് വരും. അതിനാൽ ഈ ശുക്രൻ ചില കാര്യങ്ങളിലൊക്കെ തന്നെ അങ്ങേയറ്റം സൗഖ്യകരമായൊരവസ്ഥയെ പ്രദാനം ചെയ്യില്ല. മക്കളുടെ പഠന വിഷയത്തിലായാലും അവരുമായി ബന്ധപ്പെട്ട വിഷയത്തിലായാലും ഭാര്യാ വിഷയത്തിലായാലും ചില സൗഹൃദങ്ങൾ വളരെയധികം പൊട്ടിത്തകർന്നു പോകുന്നൊരു സമയം വരും. തനിക്ക് തൻ്റെ ഇണയോടുള്ള അല്ലെങ്കിൽ സ്ത്രീ സുഹൃത്തിനോടുള്ള താല്പര്യം കുറയുക, അത് പരിഭവത്തിലേക്ക് വരും. കാരണം ചമത്കാരിക ചിന്താമണിയിൽ അപ്രകാരം പറഞ്ഞിരിക്കുന്നു, രതി സ്ത്രീജനയെ തസ്യെന്ന. അദ്ദേഹത്തിന് സ്ത്രീജനങ്ങളോട് രതിയില്ല. അത് ഭാര്യയായാലും അന്യസ്ത്രീകളായാലും അവരോടുള്ള അതുവരെയുള്ള ഒരു അഭിനിവേശം, താല്പര്യം കുറഞ്ഞു പോവുക. ഗുരുരസ ദുശ്ചിൽക്കോ ദാനമന്ത്രി ന പൂർണ്ണോ ഭവേൽ പുത്രസൗഖ്യമി. പുത്രനുണ്ടെങ്കിലും പുത്രൻ്റെ സുഖമുണ്ടെങ്കിലും പൂർണ്ണതയുണ്ടാവില്ല. പലപ്പോഴും മക്കളുടെ പഠനം അല്ലെങ്കിൽ മക്കളെടുക്കുന്ന വിവാഹാദി തീരുമാനങ്ങളൊക്കെ തന്നെ ഈ ഒരു മാസക്കാലം തനിക്ക് മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കും. സേനാപതിർ കാതരോ ദാന സംഗ്രാമകാലെ, ചില സംഗ്രാമ യുദ്ധമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പരസ്പരം ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാകുമ്പോൾ തന്നെ പലപ്പോഴും ഭയന്നു പോവുക. അപ്രകാരം ദാനം ചെയ്യുന്ന സമയത്തേക്കും ഭയന്നു പോവുക. പലപ്പോഴും തനിക്ക് കഴിയുന്ന ദാനങ്ങൾ മാത്രം ചെയ്യുക, അല്ലെങ്കിൽ തനിക്ക് മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കും ഈ ശുക്രൻ എന്നറിയുക മിഥുനം രാശിക്കാർ. ഇവിടെ നിർബന്ധമായും ധർമ്മദൈവ സങ്കേതങ്ങളിൽ വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം 9ാം ഭാവത്തിലേക്ക് ശുക്രൻ്റെ ദൃഷ്ടിയുണ്ട്. തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിച്ച് വളരെയധികം മാനസികമായ സ്വസ്ഥത ഈ സമയത്ത് വരുത്താൻ ശ്രമിക്കുക. നന്ദി, നമസ്തേ.